എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ എക്സ്ട്രീം പവർ ആയിട്ടുള്ള ഫോർത്ത് ഗിയർ അതിലേക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആയി പോയി അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ടെസ്റോസ് ഐലാൻഡ് ഇതങ്ങനെ ലോങ് ഷോട്ടിൽ കാണിക്കും. ഐലാൻഡ് ആണെങ്കിൽ ഇപ്പൊ ഇഞ്ചിഞ്ചായിട്ട് തകരുകയാണ്. ആ ഒരു കേജ് ട്രാപ്പ് അത് ഓരോരോ ബിൽഡിങ്ങുകളും വീടുകളുമായിട്ട് തകർത്തിട്ട് മുൻപോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജനങ്ങൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പരിഭ്രാന്തരായിട്ട് ഓരോ ഭാഗത്തേക്കും അങ്ങനെ ജീവന് വേണ്ടി ഓടുകയാണ്. കുഞ്ഞുങ്ങള്, പെൺകുട്ടികള്, സ്ത്രീകള്, പുരുഷന്മാര്, അപ്പാപ്പന്മാര്, അമ്മാമ്മമാര്, അങ്ങനെ ഒരുപാട് പേര് അവരുടെ ജീവന് വേണ്ടി ഓടും. ചിലരാണെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്വത്തുക്കളും ഒക്കെ ഒറ്റയടിക്ക് തകർന്നു വീഴുന്നത് കണ്ട് നെഞ്ച് തകർന്ന് അങ്ങനെ പൊട്ടിക്കരയാണ്. ഇവിടെ നേവിക്കാരാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വയ്യാത്ത ആളുകൾ, ക്ഷീണം അനുഭവിക്കുന്നവർ, പരുക്ക് പറ്റിയവര് എന്നിവരെ എല്ലാവരെയും അവിടുന്ന് റീഹാബ് ചെയ്യും. അതേസമയം ചില പൈററ്റ്സ് അവരാണെങ്കിൽ ആ ഒരു അവസരം മുതലെടുത്ത് ഒരുപാട് സ്വർണവും പണവും ഒക്കെ ഓരോരോ വീടുകളിൽ നിന്നും കൊള്ളയടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. പക്ഷേ അവരെല്ലാവരും സ്ട്രിങ്ങിൽ പെട്ട് മരിക്കും. ഒരു ബോധം അവർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബേബി ഫൈ അവളാണെങ്കിൽ ആ സ്ട്രിങ്സിലേക്ക് നോക്കും. അവള് പറയും, നമ്മുടെ മുൻപിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ആ സ്ട്രിങ്സ് ആണ്. ആ സ്ട്രിങ്സ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും ഇല്ലാതാവും. ബേബി ഫൈ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞു. സായുമായിട്ട് ഒരു അടിപൊളി ലൈഫാണ് അവളിപ്പോ ആഗ്രഹിക്കുന്നത്. സായ് സിമ്പിൾ ആയിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ സ്ട്രിങ്സിനെ അടിച്ച് തകർക്കൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സ്ട്രിങ്സ് ലക്ഷ്യമാക്കി ചാടി ഓടും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പും ടീമും അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴായിരിക്കും വയലറ്റ് പറയാ, നമ്മളെല്ലാവരും സ്ട്രിങ്ങിന്റെ അടുത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ പാർട്ട് ഉള്ളത് അത് ഡോഫ്ലമിംഗോയും ലൂഫിയും ഫൈറ്റ് ചെയ്യുന്ന ആ പാർട്ടാണ്. ഉസോപ്പ് ആണെങ്കിൽ അവളത് പറയേണ്ട താമസം നിലവിളിക്കാനായിട്ട് തുടങ്ങും. എനിക്ക് മരിക്കണ്ട, എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോവാം. മറ്റൊരു ഭാഗത്ത് സോറോ ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അവന്റെ തൊട്ട് പിന്നാലെ ആ സാമുറായും കാഞ്ചറോയും. സാമുറായി സോറോയോട് ചോദിക്കും, സോറോ നീ ഇപ്പൊ എവിടേക്കാ പോണേ, നിന്റെ ഉദ്ദേശം അതെന്താണ്? ഉടനെ സോറോ അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അവരോട് പറയും, എന്റെ ലക്ഷ്യം ആ സ്ട്രിങ്സ് ആണ്, എന്ത് വില കൊടുത്തും ആ സ്ട്രിങ്സ് അത് തടഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് തന്നെ പോവും. ആഞ്ചറോയ്ക്ക് സാമുറായിക്കുവാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനെ കൊണ്ട് എങ്ങനെ ആ സ്ട്രിങ്സ് അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും? എന്തായാലും കുഴപ്പമില്ല, അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവരും അവന്റെ പിന്നാലെ തന്നെ പ്രതീക്ഷ കൈവിടാതെ പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ട്രഫാർഗർലോയെ കാണിക്കും. അവന്റെ കൈയാണെങ്കിൽ പ്രിൻസസും ലിയോയും ചേർന്ന് ഇച്ചൊക്കെ ചെയ്ത് പതിയെ പതിയെ ഇപ്പൊ നോർമലാക്കി എടുക്കും. ബ്ലഡ് ഫ്ലോ ഒക്കെ പഴയതുപോലെ ആയിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ ചുന്ദരം പൈറട്ട് അവൻ ഒരു സെക്കൻഡ് നടന്ന എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. ഫൈറ്റ് ചെയ്തതും പിന്നീട് ടോയ് ആയി മാറിയതും അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതേസമയം ഇവിടെ നമ്മുടെ ലൂഫി അവൻ ഫോർത്ത് ഗിയറിലേക്ക് പോയി അവന്റെ കൈ അത് ഇരുമ്പാക്കി മാറ്റി കയ്യിൽ ആഞ്ഞ് കടിക്കുകയാണ്. ലൂഫി കയ്യിൽ കടിക്കുന്ന ഞൊടിയിടയിൽ അവന്റെ ബോഡി മുഴുവൻ അയണായി മാറി ഡബിൾ പവർ ആവുകയാണ്. ലൂഫി അവന്റെ ജയന്റ് സൈസിലേക്ക് മാറി ബൗൺസ് ചെയ്ത് ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് വരും. അത് കണ്ട് ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ ചിരി അടക്കാൻ കഴിയില്ല. നിന്റെ ഫോർത്ത് ഗിയർ അത് ഇത്രയും മോശമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സത്യത്തില് നിന്നെ ഈ ജയന്റ് ലുക്കിൽ കണ്ട് എനിക്ക് എന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം നിന്റെ രണ്ട് കാലുകൾ അതൊന്ന് നേരെ നിർത്ത്, അതിനുശേഷം നീ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും ലൂഫിയെ കളിയാക്കും. ഉടനെ ലൂഫി അവൻ 2 വർഷം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തതും ട്രെയിനിങ് എടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. എടുത്തു ചാടി അവന്റെ മുഴുവൻ ഫോഴ്സ് ഉപയോഗിച്ച് ഒരൊറ്റ ഇടി. ഡോഫ്ലമിംഗോ അത്രയും ഹൈറ്റിൽ നിന്ന് ഇപ്പൊ താഴേക്ക് അടിച്ച് വീഴുകയാണ്. അതിനുശേഷം നിരങ്ങിപ്പോയി ഒരു ബിൽഡിങ്ങിൽ അങ്ങനെ ആഞ്ഞടിച്ച് ആ ബിൽഡിംഗ് തന്നെ തകർന്നു വീഴും. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും അവന്റെ കാലി അടങ്ങില്ല. വീണ്ടും ഡോഫ്ലമിംഗോയെ ഇടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തും. ഡോഫ്ലമിംഗോ അടിച്ച് വീണ് കിടക്കുന്നത് കണ്ട് അവിടെയുള്ള ജനങ്ങളും നേവിക്കാരും എല്ലാം തന്നെ ഇപ്പൊ ഡോഫ്ലമിംഗോയെ റൗണ്ട് ചെയ്യാണ്. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇത്രയും വർഷം അവരുടെ കിങ്ങിനെ വരെ ആ നാട്ടുകാരെ എല്ലാവരെയും മണ്ടന്മാരാക്കി സുഖിച്ചു ഭരിച്ചിരുന്ന അത്രയും പവറുള്ള സാക്ഷാൽ ഡോഫ്ലമിംഗോ അവരാണ് അവരുടെ തൊട്ട് മുൻപിൽ തകർന്ന് തരിപ്പണമായിട്ട് താഴെ വീണ് കിടക്കുന്നത്. ഇവിടെ വയലറ്റ് അവളാണെങ്കിൽ ഷോക്കാവും. ലൂഫിയുടെ ഫോർത്ത് ലെവൽ ഓഫ് ട്രാൻസ്ഫർമേഷൻ അത് ശരിക്കും അവൾ ഞെട്ടിക്കുന്നതാണ്. അവൾ ആ കാര്യം ഇപ്പൊ ചുറ്റുമുള്ള എല്ലാവരോടുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഫോർത്ത് ഗിയറിലേക്ക് ലൂഫി ആദ്യമായിട്ടാണ് ട്രാൻസ്ഫോം ആവുന്നത്. ഇത്രയധികം പവർ അത് 2 വർഷം കൊണ്ട് ലൂഫി ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെന്ന് നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അതേസമയം നേവി സോൾജിയേഴ്സ് എല്ലാവരും ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സോൾജിയർ ആണെങ്കിൽ ഡോഫ്ലമിംഗോയ്ക്ക് നേരെ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്യും. അനങ്ങി പോരുത്, അനങ്ങിയ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതിന് ഡോഫ്ലമിംഗോ ഹായായിട്ട് എഴുന്നേറ്റ് നിന്ന്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനാണ് സാക്ഷാൽ ഡോഫ്ലമിംഗോ,
നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നേർക്ക് തോക്ക് ചൂണ്ടും. ഡോഫ്ലമിംഗോയുടെ ഫേസ് എക്സ്പ്രഷനും അവന്റെ കലയൊക്കെ കണ്ട് നേവിക്കാരും നാട്ടുകാരും എല്ലാവരും രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് നാലുപാട് ഓടുകയാണ്. ഡോഫ്ലമിംഗോ ചുറ്റും നോക്കും. ഞാനെങ്ങനെ ഇവിടെ എത്തി? ഈ ജനങ്ങളൊക്കെ മുകളിലേക്ക് കയറി വന്നോ ചിന്തിച്ച് അവൻ മുകളിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും അവൻ ലൂഫിയുടെ ഇടി കിട്ടി താഴെ വീണ കാര്യം മനസ്സിലാക്കുക. അപ്പൊ കറക്റ്റ് സമയത്ത് ലൂഫി അവൻ ഇപ്പോഴും അവന്റെ ഫോർത്ത് ഫോമില് ഡോഫ്ലമിംഗോയ്ക്ക് നേരെ അങ്ങനെ ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ഞൊടിയിടയിൽ അവന്റെ ഫയർ വെബ് വെച്ച് അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ലൂഫിയുടെ ബോഡിയിൽ ആ ഫയർ വെബിന് ഒരു ചെറിയ സ്ക്രാച്ച് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ലൂഫി അങ്ങനെ ഫുൾ ഫോഴ്സിൽ വന്ന് അവന്റെ 2 കാലും വെച്ച് ഡോഫ്ലമിംഗോയുടെ മുഖത്ത് മഞ്ഞ് തൊഴിക്കും. ആ ഒരു തൊഴിയിൽ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഒരുപാട് ദൂരം തെറിച്ചു പോവും. വെറിയിൽ ലൂഫി ആണെങ്കിൽ കുട്ടിക്കരണം മറിഞ്ഞൊക്കെ അവന്റെ പിന്നാലെ തന്നെ പോവാണ്. അതേസമയം ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഓരോരോ ബിൽഡിങ്ങുകൾ ഇടിച്ച് തകർത്ത് അങ്ങനെ ദൂരേക്ക് പോവും. ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത്രയും കാലവും അവരെ കിടുക്കി വിറപ്പിച്ച കിങ് ഡോഫ്ലമിംഗോയെ ഏതോ ഒരു ജയന്റ് വന്ന് ഈസി ആയിട്ട് തല്ലി ചവിട്ടി കൂട്ടുകയാണ്. ഇവിടെ വയലറ്റ് അവൾക്ക് ലൂഫിയുടെ ഈ ഒരു ഭയാനകമായ രൂപം അത് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. ഉസോപ്പിനാണെങ്കിൽ ഏക പ്രതീക്ഷ ലൂഫിയിലാണ്. ലൂഫിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് അവൻ പ്രാർത്ഥിക്കും. ഇവിടെ പച്ചത്തലയൻ ആണെങ്കിൽ ലൂഫിയുടെ പുതിയ ലുക്ക് അത് കുറച്ച് ഇഷ്ടമൊക്കെ ആവും. അവൻ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് ചീർ ചെയ്ത് കട്ട സപ്പോർട്ട് കൊടുക്കും. പച്ചത്തലയനാണെങ്കിൽ അവന്റെ സന്തോഷവും ആഹ്ലാദവും അതൊക്കെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കൈറോസിനെ തട്ടി വിളിച്ച് ലൂഫിയെ കാണിച്ചു കൊടുക്കും. നീ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ സൂപ്പർ ഹീറോയുടെ പവർ? സത്യത്തിൽ അതാണ് പവർ. അല്ലാതെ വെറുതെ വാളും തൂക്കിയിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയും. അതിന് കലി കയറിയ കൈറോസ് ആണെങ്കിൽ കൈ മടക്കി ഒറ്റയാട്ടി കട്ട് ചെയ്ത ഡോഫ്ലമിംഗോ അവൻ ഫുൾ കലിപ്പില് പല്ല് കടിച്ച് ലൂഫിയെ നോക്കും. അവന് മനസ്സിലാവും ലൂഫി അവന്റെ സ്കിന്ന് അത് അയണാക്കി മാറ്റിയെന്ന്. ലൂഫി വീണ്ടും ഡോഫ്ലമിംഗോയെ ലക്ഷ്യാക്കി വരുന്ന കണ്ട ഡോഫ്ലമിംഗോ ആളുടെ സ്ട്രിങ് പവർ ഉപയോഗിച്ച് തന്നെ ലൂഫിയെ നേരിടാനായിട്ട് തുടങ്ങും. അതിന് ലൂഫി അവൻ ഹായ് ആയിട്ട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. എന്റെ ഫോർത്ത് ഗിയറിലേക്ക് പോയാ നീ അല്ല ആര് വിചാരിച്ചാലും എന്നെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ പഞ്ച് ചെയ്ത് ഡോഫ്ലമിംഗോയെ ദൂരേക്ക് കൊണ്ടുപോവാണ്. ഡോഫ്ലമിംഗോയും തിരികെ പഞ്ച് ചെയ്യും. പക്ഷെ ലൂഫിയുടെ സ്ട്രെങ്ത്തിന് മുൻപിൽ അവന്റെ കൈ തകർന്നു പോവാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ സ്കൈയിൽ നിന്ന് തന്നെ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഡോഫ്ലമിംഗോ ആണെങ്കിൽ കാല് മടക്കി ലൂഫിയുടെ വയറ്റിൽ ആഞ്ഞ് ചവിട്ടും. പക്ഷേ നമ്മുടെ ചെക്കൻ ഓൾറെഡി റബ്ബറാണ്. കാലാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് വയറിലൂടെ കയറി ഇറങ്ങി ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് വരികയാണ്. ലൂഫി അവന്റെ കൈ നീട്ടി ഡോഫ്ലമിംഗോ മൂവ് ചെയ്യുന്ന ഓരോ ഭാഗത്തേക്കും പോയി അറഞ്ചം പുറഞ്ചം ഇട്ടിക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ വീണ്ടും ഫയർ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്ത് ലൂഫിയുടെ കൈ വെട്ടി എറിയാനായിട്ട് ശ്രമിക്കും. അതിന് ലൂഫി അവൻ കൈ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് സ്ട്രിങ്ങിനെ ഇടിച്ച് തവിട് പൊടിയാക്കി ഡോഫ്ലമിംഗോയുടെ മുഖത്ത് ഞെട്ടിക്കുകയാണ്. ഇനി ഡോഫ്ലമിംഗോയെ കൊണ്ട് ലൂഫിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഓൾമോസ്റ്റ് തോൽവിയുടെ വക്കിലെത്തി കഴിഞ്ഞു. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ അപ്പോഴും തളരാതെ എന്തൊക്കെയോ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.